ആശാൻ ഈ കാണിക്കുന്ന മകാ മോശം കേട്ടോ ആശാനെ. ആശാനെ ഇതൊക്കെ കാണിക്കുന്ന മകാ മോശം കേട്ടോ ഇതാശാനെ. നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ മോശമാണ്. ആ എഞ്ചിനൊക്കെ പോയില്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് ഇത്. എഞ്ചിൻ ഈ വണ്ടിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്, എല്ലാവർക്കും അറിയുന്ന കേസാണ്. ആശാൻ ഇതൊക്കെ ആദ്യം ആ ഗ്രൂപ്പിൻ്റെ അകത്തൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ നിർത്തുവാണെങ്കിൽ ഇതിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ആശാനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. എന്നാന്ന് ചോദിച്ചാൽ എത്ര ആശാനും എല്ലാവർക്കും എതിരെ എന്തൊക്കെ കമൻറ്റ് വരുന്നുണ്ടെന്ന് അറിയാമോ? ഞങ്ങൾ എത്ര ഡിലീറ്റ് ചെയ്ത് കളയുന്നതെന്നറിയാമോ? നമുക്കെതിരെ വരുന്ന എല്ലാവർക്കെതിരെയും വരുന്നുണ്ട്. വണ്ടിയുടെ കണ്ടീഷൻ എല്ലാവർക്കും ആയിരുന്നു. ഈ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ട് ആശാൻ തന്നെ അത് നിയന്ത്രിക്കണം. ആശാൻ ഞാനോ നമ്മുടെ ബന്ധപ്പെട്ടവരോ ഒരു യുദ്ധത്തിനോ സ്വന്തം പല്ല് കുത്തി നാറ്റിക്കാൻ ഇടവരുത്തല്ലേ എന്നാണ് ഇങ്ങനത്തെ ഒന്നും ഇടപെടാത്തതുകൊണ്ട് കറക്റ്റ് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു വാഹനം നമ്മൾ പണിത് കൊടുത്തിട്ടുണ്ട്, അത് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെയാണ് പണിത് കൊടുത്തത്. അന്നേരം എൻജിന് പോകുമ്പം തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി 2 മാസം 2.5 മാസം കഴിയുമ്പോൾ നമ്മൾ അത് ശരിയാക്കി കൊടുക്കാം എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ വണ്ടി ശരിയാക്കി കൊടുത്തത്. പക്ഷേ അത് പണിതപ്പോഴുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വാനിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഇത്ര നിശ്ചിത 30 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. 30 കിലോമീറ്ററിൽ നിന്ന് പിന്നെ 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നു, പിന്നെ യാത്ര ചെയ്യുന്നു. അങ്ങനെയൊക്കെ വണ്ടി പോകുന്നു എന്ന രീതിയിലാണ് ഞാൻ പണിത് കൊടുത്തത്. ആ ഇതിലാണ് ആത്മാർത്ഥതയോടെ പണിത് കൊടുത്ത വണ്ടിയാണ്. അന്നേരം അത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇത് മറ്റേ ട്രെയിനില്ല, കുർള എക്സ്പ്രസ് പോകുന്ന പോലെ, ജെറ്റ് പോലെ ഒറ്റ പോക്ക. ഇത് മുമ്പിൽ പുറകെ വരുന്നവരെ പിടികൊടുക്കാത്തതാണോ എന്താണോ സംഭവം അറിയത്തില്ല, ഒറ്റപ്പോക്ക് പോയി. സ്വാഭാവികമായിട്ടും പോയപ്പോൾ ആ ഒരുമിച്ച് നിങ്ങൾ ഏത് വണ്ടിയാണെങ്കിൽ യാത്ര പോയാൽ അതിന് താങ്ങുന്നതിനൊരു പരിധിയുണ്ട്. അങ്ങനെ ചില കുറ്റങ്ങൾ വന്നു. നമ്മൾ തമ്മിലുള്ള ടേം ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആർക്കും അങ്ങോട്ടും ഒരു ഉപദ്രവം ചെയ്യാത്ത രീതിയിലായിരിക്കണം. അതായത് എൻ്റെ ഷോപ്പിലെ പണിക്കാരും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സ്റ്റാഫ് എന്ന് പറയുന്നതാണ് എൻ്റെ ജീവൻ. അന്നേരം അവരെല്ലാം പറഞ്ഞു, ഇവർ റീച്ച് കൂട്ടാൻ വേണ്ടി ഇങ്ങനെയാക്കും അങ്ങനെയാക്കും, വണ്ടി കത്തിപ്പോയെന്ന് പറയും. അതെല്ലാം ഞാൻ ഓക്കെ പറഞ്ഞു, അവരും സമ്മതിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്ന് ഒരിത് വന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാനും ബാക്കി ചെയ്തു. എന്തോ ഇതായിക്കോട്ടെ, അത്യാവശ്യം നമ്മൾ സ്നേഹം കൊണ്ട് പണിത് കൊടുത്ത മുതലായാലും ആര് ഫ്രീ ആയിട്ട് കൊടുത്താലും ഒരു റെൻ്റേ വണ്ടി യൂസ് ചെയ്യുന്ന പോലത്തെ കെയർഫുള്ളായിട്ടാണ് യൂസിങ്ങും കാര്യങ്ങളും എല്ലാം. അന്നേരം ആ വണ്ടിക്ക് തകരാറ് പറ്റിയെങ്കിൽ ആ വണ്ടി എങ്ങനെ തകരാറ് വന്നു എന്ന് അവർ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. തകരാറ് വന്നതെങ്ങനെ, ഡ്രോൺ നഷ്ടപ്പെട്ടത് എങ്ങനെ എന്നൊരു ഒരു വ്യക്തതയില്ല. വണ്ടി വെള്ളത്തിൽ പോയോ, എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നൊന്നുമില്ല. ബാക്കിയുള്ള പണിതവർക്ക് കുറ്റം, ബാക്കി കുറ്റങ്ങൾ, അത് ഷോർട്ടായി ഇത് ഷോർട്ടായി, ബാക്കിയുള്ളവർക്ക് കുറ്റം. പിന്നെ അതും പോരാഞ്ഞിട്ട് എല്ലാവരും ഇവരെ സ്നേഹിക്കുന്നവരാണ്. അന്നേരം എതിർ ടീമിനെ പോയി ചൊറിയാൻ നിന്നിട്ട്, ഒരു കുഴപ്പമില്ലാതെ എതിർ ടീമിനെ പോയി ചൊറിയാൻ നിന്നിട്ട്, അവരുടെ പ്രശ്നങ്ങൾ വേറെ ആയതുകൊണ്ട് നാട്ടിലോട്ട് ഇപ്പോൾ വണ്ടി തിരിച്ചും കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇപ്പം നമ്മൾ വേണമെങ്കിൽ ചെറിയ ഉടക്ക് ആ സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അന്നേരം എന്ത് വെച്ചാലും ഇപ്പം അവർ അവിടെ നിന്ന് തന്നെ വണ്ടി മാറ്റി വേറെ വണ്ടി എടുക്കേണ്ട ഇതിലോട്ടാണ്. വേറെ വണ്ടി എടുത്തെന്ന് തോന്നുന്നു, ഏത് സാഹചര്യം ആയിക്കോട്ടെ. അന്നേരം വണ്ടി പോയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ പണിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കണം അതെന്ത് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ സ്നേഹത്തിൽ നിൽക്കുവാണെങ്കിൽ ഞാനും എമ്മി അവർക്ക് വണ്ടി മേടിച്ചു കൊടുക്കും. ഇതുപോലത്തെ ഊളപ്പരിപാടിയല്ല ചെയ്യണ്ടേ. മറ്റേ പച്ചയ്ക്ക് തന്നെ പറയാം, ഇപ്പം കൂടെയുള്ള പുള്ളി തന്നെ ഇപ്പം നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നാണ്. ചില പല പ്രശ്നങ്ങളും അതിലും ഉണ്ടാവുകയും അങ്ങനെ സംഭവിച്ച പ്രശ്നങ്ങളാണ് മൊത്തം പ്രശ്നങ്ങളും. അങ്ങനെ പറയാം. ഇതൊന്നുമില്ലാതെ ഈ സാഹചര്യത്തിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഒന്നെങ്കിൽ നമ്മളോട് ചോദിക്കുക, ആ വണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ 50,000 രൂപ കൊടുത്തിട്ടാണെങ്കിലും ആ വണ്ടി ഞാൻ മേടിച്ചിട്ട് എൻ്റെ ഷോപ്പിൽ കയറ്റി വെച്ചേനെ. ആരോടും ഒരു ഇതുമില്ലാതെ അവരുടെ ഇഷ്ടത്തിന് ഒരു നമ്മളൊക്കെ ചെയ്തത് വെറും ഇതാന്നുള്ള രീതിയിലുള്ള പോക്ക് എനിക്കൊട്ടും താല്പര്യമില്ല, എനിക്കൊട്ടും ഇഷ്ടവുമില്ല.
ഞാനത് എവിടെ ഏതവൻ വന്നാലും തുറന്നു പറയേണ്ട ചങ്കൂറ്റം എനിക്കുണ്ട് താനും. ഞാൻ വർക്ക്ഷോപ്പിൽ അധ്വാനിച്ച് പണിയെടുത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നത്. ഓക്കെ, അന്നേരം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. പിന്നെ നമുക്ക് അതിൽ വരുന്ന ഓരോ കമൻറ്റും നമുക്കതിൽ വേദന ഉണ്ടാകും. നമ്മളിത് കൊടുത്തിട്ട് അവിടെ കംപ്ലൈൻറ്റ് ഇവിടെ കംപ്ലൈൻറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകും. ഞാൻ ഉദാഹരണം പറയാം. ഞാനൊരു എന്താ പറയുക, എൻ്റെ വൈഫിനെ എനിക്ക് വേണ്ട എന്ന് തോന്നി. എൻ്റെ വൈഫിനെ എനിക്ക് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വൈഫിനെ ചായ ഉണ്ടാക്കിയതിന് കുറ്റം, മറ്റതിന് കുറ്റം, പണിയുന്നതിന് കുറ്റം, എന്തും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കുറ്റങ്ങൾ പറഞ്ഞ് ഞാൻ പതുക്കെ ഒഴിവാക്കും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പം വന്നിരിക്കുന്നത്. അത് നമുക്കൊട്ടും, ഇവർക്ക് വേറെ എടുക്കണമെങ്കിൽ വേറെ എടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ പണിത വണ്ടിയെ നമുക്ക് കുറ്റം പറയുന്നത് നമുക്കിഷ്ടമില്ല. ആ വണ്ടിയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ അതിന് ഇഷ്ടമില്ല. ഓക്കെ, ഏകദേശം ഇപ്പോൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും ചൊറിയാൻ വന്നാൽ ബാക്കിയുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം.